ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി വിക്കറ്റ് ഗെയിമിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ അടുത്താണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടാകുന്നത്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പീമി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്നത് തൻ്റെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതും കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്ന ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ്. ഉടനെ തന്നെ പീമ് തണ്ണിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, ഞാൻ എല്ലാം നിനക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, നിന്ന് സമാധാനിക്കാനായിട്ട്. തന്നപ്പോൾ ഇനി എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, നീ തന്നെയാണല്ലേ അപ്പോൾ എല്ലാവരെയും കൊന്നത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് ഞാനല്ല, സത്യമായിട്ട് ഞാനല്ല കൊന്നത്. ഫസ്റ്റ് മരിച്ചു പോയ ആ ഒരു ഇൻവെസ്റ്റർ, അയാളെ കൊന്നത് ഞാനല്ല, റിസയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഉട്ടിനെ ഞാൻ കണ്ടുപിടിച്ചെന്നുള്ളതൊക്കെ സത്യമാണ്. എന്നാൽ ഉട്ടിനെ കൊണ്ട് സത്യമെല്ലാം പറയിപ്പിച്ചതിന് ശേഷം ഞാനാണെങ്കിൽ ഉട്ടിനെ എൻ്റെ അച്ഛനെ കൈമാറുകയാണ് ചെയ്തത്. അച്ഛനായിരിക്കും ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. അന്നപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ, നീ എൻ്റെ കൂടെ വാ, നമുക്കിപ്പോൾ തന്നെ സത്യങ്ങളെല്ലാം കണ്ടുപിടിക്കാം, എല്ലാം പോലീസുകാരെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു പെൻ ഡ്രൈവ് അവനങ്ങ് എടുക്കുന്നുണ്ട്. എന്നാൽ പീമാണെങ്കിൽ തണ്ണിനെ തടഞ്ഞിട്ട്, ഇല്ല തണ്ണി അങ്ങനെ ചെയ്യരുത്, ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ പേര് നശിക്കും, എല്ലാം കൈവിട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. തണ്ണപ്പോയെങ്കിൽ പിന്നെ നീ വരണ്ട, ഞാനായിട്ട് തന്നെ പോയി പറയാമെന്ന് പറയുമ്പോൾ ഭീമാണെങ്കിൽ തണ്ണിനെ പോകാനായിട്ട് സമ്മതിക്കുന്നില്ല. അവൻ തണ്ണിനോട് പറയുന്നുണ്ട്, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ വന്ന് നിൽക്കുന്നത്, ഇനി ഹോസ്പിറ്റലിൻ്റെ പേരെല്ലാം നശിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ഹോസ്പിറ്റലിൽ കിട്ടത്തില്ല, നീ ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. തന്നപ്പോൾ അപ്പോൾ നീ എന്താ പറയുന്നത്, ഈ നടന്നതെല്ലാം വിട്ട് കളയണമെന്നാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും പീമ് തിരിച്ചു പറയുന്നുണ്ട്, നീ വിചാരിക്കുന്ന പോലെ ഈ ലോകം അത്ര നല്ലതൊന്നുമല്ല, നമ്മളെപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മളായിരിക്കും അവസരം നശിക്കാൻ പോകുന്നത്. മുമ്പ് തന്നെ ജെറ്റ് നിന്നെ കുടുക്കിയിട്ട് നിൻ്റെ പോലീസ് ജോലി കളഞ്ഞതല്ലേ, അപ്പോൾ നീയാണെങ്കിൽ വീണ്ടും ഇങ്ങനെ നന്മ എന്നെ കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിനക്കേ പ്രശ്നം ഉണ്ടാവത്തുള്ളൂ, നീ ഇതൊക്കെ വിട്ട് കളയാനായിട്ട് പറയുന്നുണ്ട്. അന്ന് പക്ഷേ എത്രയൊക്കെ പറഞ്ഞിട്ടും അതിലൊന്നും തന്നെ തയ്യാറാവുന്നില്ല. അങ്ങനെ പീം പറയുന്നുണ്ട്, തന്നെ ഇതെല്ലാം ഒന്ന് വിട്ട് കളഞ്ഞേക്ക്, സത്യമായിട്ട് ഇനി ഞാൻ നിൻ്റെ അടുത്തൊന്നും മറച്ചു വയ്ക്കത്തില്ല, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ലൈഫ് ഒന്നിന്ന് റീസ്റ്റാർട്ട് ചെയ്യാം, നീ മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞല്ലേ നീ എന്നെ വിട്ടിട്ട് പോകത്തില്ല, നീ എനിക്ക് പ്രോമിസ് ചെയ്തല്ലേ നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അതൊക്കെ ശരിയാണ്, പക്ഷേ അന്ന് ഞാൻ പ്രോമിസ് കൊടുത്ത പയ്യനല്ല ഇപ്പം എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് തണ്ണ് പോകാനേ തുടങ്ങുന്നുണ്ട്. അവസാനം വേറെ വഴിയില്ലാതെ പീം അവൻ്റെ തോക്കെടുത്തിട്ട് അവൻ്റെ നേർക്ക് ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട്, നീ പോയി കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഉറപ്പായിട്ട് ഷൂട്ട് ചെയ്യുമെന്ന്. ആ സമയം തണ്ണ് അവൻ്റെ തോക്ക് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. പിന്നെ അവിടെ എന്താ സംഭവിച്ചെന്ന് കാണിക്കുന്നില്ല, പക്ഷേ 2-3 ഷൂട്ട് ചെയ്ത് എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പെട്ടെന്ന് തന്നെ തണ്ണിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതാണ്, അവനൊരു ഓപ്പറേഷൻ നടത്തുന്നതാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് തണ്ണിന് വെടി കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നാൽ പീമിനെ കാണിക്കുകയാണെങ്കിൽ പീം അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്, അവന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അതേസമയം തന്നെ ഈ ഒരു വിവരം അറിഞ്ഞിട്ട് നിതായം പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വന്നു. നിതായ വന്നുകൊണ്ട് ഇവനോട് ചോദിക്കുന്നത്, ആരാണ് അവനെ ഷൂട്ട് ചെയ്തത്, ജെറ്റാണോ അല്ലെങ്കിൽ നിൻ്റെ അച്ഛനാണോ? ജെറ്റാവാൻ ചാൻസ് ഇല്ല, ജെറ്റ് അങ്ങ് ധനാങ്ങിലേക്ക് പോയില്ലേ, ആരാണ് ചെയ്തതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പീമിന് ഒരു മറുപടിയില്ല. പീമാണെങ്കിൽ നിതായനെ നോക്കുന്നത്, നിതായ്ക്ക് ഒരു വിധം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിതായ ചോദിക്കുന്നുണ്ട്, നീയാണോ അങ്ങനെ ചെയ്തത്, എന്തിനാണ് നീ അങ്ങനെ ചെയ്തതെന്ന്. ആ സമയം ആ സീനിൽ നടന്നത് എന്താണെന്ന് നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതുപോലെ പീമും തണ്ണും പരസ്പരം തോക്ക് ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. തണ്ണ് ഷൂട്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ പീമിനെ അല്ല, പീമിൻ്റെ തൊട്ടടുത്തായിട്ടിരിക്കുന്ന ഒരു ഫ്ലവർ വീസിലേക്കാണ്. എന്നിട്ട് തണ്ണ് അവൻ്റെ തോക്ക് തിരിച്ചു വെച്ചിട്ട് ആ ഒരു ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പോകുന്നത് പീം പെട്ടെന്ന് തണ്ണിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. തണ്ണിൻ്റെ ആ ഒരു ബോധം പോയവൻ താഴേക്ക് വീണ് കഴിയുമ്പോഴാണ് പീമിന് പെട്ടെന്ന് റിയലൈസേഷൻ വന്നിട്ട് താൻ ചെയ്ത തെറ്റാണല്ലോ, താൻ തണ്ണിനെ ഷൂട്ട് ചെയ്തല്ലോ എന്നുള്ള രീതിയിൽ അവൻ എത്തുന്നത്. അങ്ങനെ പെട്ടെന്ന് തോക്ക് മരിച്ചിട്ട് അവൻ തണ്ണിൻ്റെ അടുത്തേക്ക് പോയിട്ട് തണ്ണാൻ സോറി എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ തണ്ണിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഇപ്പോൾ തണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഡോക്ടർ പുറത്തേക്ക് വരുന്നുണ്ട്. ഡോക്ടർ വന്നിട്ട് അവന് കുഴപ്പമില്ല, ബുള്ളറ്റൊക്കെ പുറത്തെടുത്തു, അവിടെ ഓക്കെ ആണെന്ന് പറയാണ്. അടുത്ത ദിവസം ഭീമ രാവിലെ തന്നെ തണ്ണിന് വേണ്ടിയിട്ട് അവന് ഇഷ്ടപ്പെട്ട ഒരു കടയിൽ ഓറഞ്ച് ജ്യൂസൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്, കൂടെ ഒരു ബൊക്കെയൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് തണ്ണിൻ്റെ അടുത്ത് പോയിട്ട് അവൻ്റെ കൈയും പിടിച്ച് നിൽക്കുന്ന ടൈമിന് തണ്ണിന് ബോധം വരുന്നുണ്ട്. ഭീമ ഉടനെ തന്നെ തണ്ണി ഓക്കെ ആണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് തണ്ണാണെങ്കിൽ ആ ഒരു തെളിവുള്ള പെൻഡ്രൈവ് എവിടെ എന്നിങ്ങനെ ഇവനോട് ചോദിക്കുകയാണ്. അവനെ ഞാൻ തെറിഞ്ഞു കളഞ്ഞു എന്ന് തന്നോട് തിരിച്ച് പറയുന്നുണ്ട്. തണ്ണിൻ്റെ ആ സമയം ദേഷ്യവും സങ്കടം എല്ലാം വരുന്നുണ്ട്. ഭീമ അപ്പോൾ പറയുന്നുണ്ട്, തണ്ണി എന്നോട് ക്ഷമിക്കുക, സത്യമായിട്ട് ഇനി ഞാൻ ഒന്നും മറച്ചു വയ്ക്കത്തില്ല, എല്ലാം നിന്നോട് പറഞ്ഞിട്ടേ ഞാൻ ചെയ്യത്തുള്ളൂ, ഇനി ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനും പോകത്തില്ല, നമുക്ക് ഒന്നേന്നെല്ലാം സ്റ്റാർട്ട് ചെയ്യാം, പ്ലീസ്, ഞാൻ നിന്നെ പൊന്നോരെ നോക്കിക്കോളാം, ഇനി ഞാൻ നിന്നെ ഇതുപോലെ ഹേർട്ട് ചെയ്യത്തില്ല, ഇന്നലെ പോലും ഹേർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല, അത് സംഭവിച്ചു പോയതാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ തണ്ണാണെങ്കിൽ ഇല്ല, നമ്മൾ തമ്മിലുള്ള കാര്യങ്ങളെല്ലാം എന്നെ അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ പീമിനെ ഒഴിവാക്കി വിടുന്നുണ്ട്. പീം ആ സമയം നിനക്ക് ഇഷ്ടപ്പെട്ട ഓറഞ്ച് ജ്യൂസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിനക്കത് ഗ്ലാസ്സിൽ ഒഴിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് അത് മാറ്റുന്നുണ്ട്. ആ സമയം തന്നെ നേഴ്സ് ഇവന് മരുന്ന് കൊടുക്കാനായിട്ട് വരുന്നുണ്ട്. ആ ഒരു നേഴ്സിനോട് തണ്ണ് പീം കൊണ്ടുവച്ച ആ ഒരു ബൊക്കയും ഓറഞ്ച് ജ്യൂസും എല്ലാം തന്നെ ഇറങ്ങി കളയാനായിട്ട് പറയുന്നുണ്ട്. ആ ഒരു നേഴ്സ് പീമിനെ അപ്പോൾ നോക്കിയിട്ട് അവിടെ ഇരുന്ന ആ ഒരു ഓറഞ്ച് ജ്യൂസും ബൊക്കയെല്ലാം പുറത്തേക്ക് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ആ സമയം പീം ഇവന് വേണ്ടിയിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ച ആ ഒരു ജ്യൂസ് അത് പീമിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് പീം അവിടെ കൊണ്ടുവച്ചിട്ട് നിനക്ക് വേണ്ടി തുടങ്ങി ഇത് വച്ചേക്കാം, നിനക്ക് വേണമെങ്കിൽ ഇത് കുടിച്ചേക്കാൻ പറഞ്ഞിട്ട് പീമും പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. പീം പോയി എന്ന് ഉറപ്പായി കഴിയുന്നതും തണ്ണ് കരയാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതേസമയം പീമും ഡോറിൻ്റെ അവിടെ മാറി നിന്നിട്ട് കരയുന്നുണ്ടായിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത മൊമെൻ്റ് എല്ലാം ആലോചിച്ച് കരയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് റിസേനെയാണ്. റിസേ ഇപ്പോൾ അവളുടെ ഓഫീസിൽ ഇരിക്കുന്ന ടൈമിന് പാൻ വന്നിട്ട് ഇതുപോലെ തണ്ണിൻ്റെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് കൊടുത്തിട്ട് പറയുന്നുണ്ട്, തണ്ണിപ്പോൾ വെടി കൊണ്ടിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്, ഈ കാര്യങ്ങൾ പീമാണ് ഈ എല്ലാവരെയും മറച്ചു
വെച്ചേക്കുവാണെന്ന്. റിസ അപ്പോൾ ആലോചിക്കുന്നുണ്ട്, നമ്മളോ ജെറ്റോ ആരും തന്നെ തണ്ണിനെ മീറ്റ് ചെയ്യാൻ പോയില്ല, പിന്നെ ആരായിരിക്കും തണ്ണിനെ ഷൂട്ട് ചെയ്തേന്ന്. അങ്ങനെ അതും ആലോചിച്ച് നേരെ അവൾ അച്ഛനുമായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നുണ്ട്. അച്ഛനെ കാണുന്നതും അച്ഛനോട് പറയുന്നുണ്ട്, ഇതുപോലെ ഭീമിൻ്റെ ബോഡി ഗാർഡിനെ ആരോ വെടിവെച്ചു, അവനിപ്പോൾ ഹോസ്പിറ്റലിലാണ്, ഭീം ആ കാര്യങ്ങളെല്ലാവരും ഇത് മറച്ചു വെച്ചേക്കുവാണെന്നൊക്കെ. അച്ഛനപ്പോൾ അതെന്താ അങ്ങനെയെന്നൊക്കെ ചോദിക്കുമ്പോൾ റിസ ഇങ്ങനെ പറയുന്നുണ്ട്, അത് പിന്നെ ആക്ച്വലി തണ്ണാണെങ്കിൽ ശരിക്കും മുമ്പ് ഒരു പോലീസുകാരനായിരുന്ന പയ്യനാണ്. അവന് ജെറ്റിൻ്റെ ഫെൻറ്റാനിൽ കേസ് എല്ലാം തന്നെ അറിയാം ജെറ്റ്, അതുകൊണ്ട് തന്നെ അവൻ്റെ പണി കളഞ്ഞതുമാണ്. അപ്പോൾ തണ്ണ് ഭീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് തന്നെ ഭീം അവൻ്റെ അടുത്ത് അവൻ്റെ ജോലി തിരിച്ചു വാങ്ങി കൊടുക്കാമെന്നും അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. പിന്നെ അതുമാത്രമല്ല, അവർ ജസ്റ്റ് ഒരു എംപ്ലോയി അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പൊന്നും അല്ല, അതിലും മേലെയുണ്ട്. അതുകൊണ്ടാണ് ഭീം എപ്പോഴും തണ്ണിനെ കൂടെ നിർത്തുന്നത്. അത് മാത്രമല്ല, ഭീമിന് ഈ ഒരു ഹോസ്പിറ്റലിൽ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് പോകാനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് തണ്ണിനെ മീറ്റ് ചെയ്യാനായിട്ട് ഭീമിൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ്. തണ്ണപ്പോൾ ഫസ്റ്റ് വിചാരിക്കുന്നത് കയറി വരുന്നത് ഭീമാണെന്നാണ്. അതുകൊണ്ട് തന്നെ തണ്ണാണെങ്കിൽ ഭീമിന് ഇവിടെ നിന്ന് പോകാൻ നോക്ക്, എനിക്ക് നീയുമായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുകയാണ്. എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അത് ഭീമല്ല, ഭീമിൻ്റെ അച്ഛനാണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അങ്ങനെ അയാളെ കാണുമ്പോഴത്തേക്കും ഇവൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ പോലെ ഒരു എംപ്ലോയിനെയൊക്കെ കാണാനായിട്ട് വരുമോയെന്ന്. ആ സമയം അയാൾ, നീ ഇപ്പം എങ്ങനെയുണ്ട്, ഓക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്, നീ മുമ്പ് ഒരു പോലീസുകാരനാണെന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ ഒരു പോലീസുകാരുടെ സ്വഭാവം നിന്നിലുണ്ടോ, അതുകൊണ്ടാണോ ആര് തെറ്റ് ചെയ്താലും നീ ഇപ്പോഴും അവർ ശിക്ഷിക്കാനായിട്ട് നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു ക്യാരക്ടർ എൻ്റെ സെക്കൻഡ് ക്യാരക്ടറായിട്ട് ഇരുന്ന് പോയി, അതുകൊണ്ട് തന്നെ ആര് തെറ്റ് ചെയ്യുന്ന കണ്ടാലും ഞാനാണെങ്കിൽ അതിനുള്ള ആക്ഷൻ എടുക്കാനായിട്ട് ശ്രമിക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം ഭീമിൻ്റെ അച്ഛൻ, ഭീം തെറ്റ് ചെയ്താലും നീ ആക്ഷൻ എടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, ഭീമെന്നല്ല, ഇനിയിപ്പോൾ നിങ്ങൾ തെറ്റ് ചെയ്താൽ പോലും ഞാൻ ആക്ഷൻ എടുക്കുമെന്ന് തണ്ണ് പറയുന്നുണ്ട്. അയാളപ്പോൾ അതെന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നീ പെട്ടെന്ന് ഓക്കെ ആവെന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അന്ന് നൈറ്റ് ഭീമും നിതായും കൂടെ സംസാരിക്കുന്നതാണ്. ഭീം ഇപ്പം നിതായുടെ അടുത്ത് തനിക്ക് വേണ്ടിയിട്ട് ഒന്ന് തണ്ണിനോട് പോയി സംസാരിക്കാമോ, എങ്ങനെയും ഒന്ന് പ്രശ്നം സോൾവ് ആക്കാമോ, തണ്ണിൻ്റെ അടുത്ത് തനിക്കൊരു സെക്കൻഡ് ചാൻസ് തരാമോ എന്ന് ചോദിക്കാമോ, താനാണെങ്കിൽ ഒരിക്കലും തണ്ണിനെ ഹേർട്ട് ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം അച്ഛനും റിസയും ഭീമും ഒക്കെ ആയിട്ട് സംസാരിക്കുന്നതാണ്. ആ ടൈമിൽ അച്ഛൻ പറയുന്നുണ്ട്, ഈ നമ്മുടെ പുതിയ പ്രോജക്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ പോകുന്ന നീ തന്നെയാണ്, അതുമാത്രമല്ല നിൻ്റെ ബോഡി ഗാർഡായിട്ടുള്ള തണ്ണിന് വെടികൊണ്ട് ഹോസ്പിറ്റലാണെന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ, എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഭീമ പോയി, അതൊന്നുമില്ല, ജസ്റ്റ് ചെറിയൊരു ആക്സിഡൻ്റ് ആണെന്ന് പറയുമ്പോൾ അച്ഛനാണെങ്കിൽ, നീ ഇത്രയും കഷ്ടപ്പെട്ട് ഇതുവരെ എത്തി നിൽക്കുകയാണ്, ഇനി ഈ ഒരു സ്വത്തിൻ്റെ അവകാശം നീ തന്നെ ആകുമോ എന്ന് അറിയാനായിട്ട് അവസാനത്തെ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ, അതാണെങ്കിൽ ഈ ലവൊക്കെ ഉണ്ടായ കാരണം നീ വീക്കായിട്ട് കൊണ്ട് കളയരുത്, നീയാണ് ഇതിൻ്റെ അവകാശമാവാൻ പോകുന്നതെങ്കിൽ നീ വീക്കാവരുത്, സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം, തണ്ണിന് എന്തെങ്കിലും സത്യങ്ങളൊക്കെ അറിയാമെങ്കിൽ അവനെ നീ തന്നെ കൺട്രോളിൽ നിർത്തണം, എന്താണെന്ന് വെച്ചാൽ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഭീം അപ്പോൾ ഓക്കെ അച്ഛാന്നൊക്കെ പറയുന്നുണ്ട്. ബാക്കി എല്ലാവരും ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം ഭീം ഒരിടത്തേക്ക് മാറിയിരിക്കുന്നുണ്ട്. അവനപ്പോൾ ചെറിയൊരു ബ്രീത്തിങ് ഇഷ്യൂ ഒക്കെ തോന്നുന്നുണ്ട്. അവനങ്ങനെ ഇൻഹേലറൊക്കെ യൂസ് ചെയ്തിട്ട് ആരെയോ കോൾ ചെയ്തിട്ട് എനിക്കിതിൻ്റെ ഹെൽപ്പ് വേണമെന്ന് പറയുന്നുണ്ട്. പിന്നീട് അവൻ്റെ ഓഫീസിൽ ഇരിക്കുന്ന ടൈമിന് അച്ഛൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള പയ്യൻ വന്നിട്ട് നമ്മുടെ ആൾക്കാരെല്ലാം റെഡിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഭീമും അവൻ്റെ അച്ഛൻ്റെ അസിസ്റ്റൻറ്റും പിന്നെ കുറേ ആൾക്കാരും കൂടെ ചേർന്നിട്ട് നേരെ തണ്ണുള്ള ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. എന്നിട്ട് തണ്ണിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന റൂമിൻ്റെ അകത്തേക്ക് കയറി പോകുമ്പോഴത്തേക്കും അവിടെ തണ്ണുണ്ടായിരുന്നില്ല. തണ്ണ് എസ്കേപ്പ് ആയി ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൻ്റെ എല്ലാ എക്സിറ്റും ക്ലോസ് ചെയ്തിട്ട് അവനെ കണ്ടുപിടിക്കാനായിട്ട് ഇവർ ആൾക്കാരോട് പറയുന്നുണ്ട്. ഓരോരുത്തർ ഓരോ വഴി കൂടെ പോകുന്നുണ്ട്. ഇതേസമയം തണ്ണിനെ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോൾ ഹോസ്പിറ്റലിൻ്റെ അകത്ത് തന്നെ എന്തെങ്കിലും വഴി കൂടെ എസ്കേപ്പ് ആവാനായിട്ട് ശ്രമിക്കുമായിരുന്നു. അവൻ എങ്ങനെ കറക്റ്റ് ടൈമിന് എസ്കേപ്പ് ആയെന്ന് നമ്മളെ കാണിക്കുകയാണെങ്കിൽ അവനിങ്ങനെ ബെഡിൽ കിടക്കുന്ന ടൈമിന് അവനെ കാണാനായിട്ട് റിസയുടെ ബോഡി ഗാർഡായിട്ടുള്ള പാൻ വന്നിട്ടുണ്ടായിരുന്നു. പാനാണ് നിന്നെ കൊല്ലാനായിട്ട് അച്ഛനാണെങ്കിൽ ഭീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഭീം ആൾക്കാരുമായിട്ട് വരുന്നുണ്ട്, വേഗം എസ്കേപ്പ് ആവാനായിട്ട് അറിയിച്ചത്. അങ്ങനെയാണ് അവനിപ്പോൾ സമയത്തിന് അവിടെ നിന്ന് എസ്കേപ്പ് ആവാനായിട്ട് പറ്റിയത്. എന്നാൽ എല്ലാവരും ഇങ്ങനെ വളങ്ങി ഇവൻ അന്വേഷിക്കുന്നതുകൊണ്ട് തന്നെ ഇവന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനും പറ്റുന്നില്ല. ഇതേസമയം ഇവൻ എവിടെയാണെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് ഭീം നേരെ സർവേലൻസ് റൂമിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള ക്യാമറ വഴി തണ്ണിപ്പോൾ എവിടെയാണുള്ളതെന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. ഇതേസമയം തന്നെ തണ്ണുള്ള കറക്റ്റ് സ്ഥലത്ത് തന്നെ ഭീമിൻ്റെ അച്ഛൻ്റെ ബോഡി ഗാർഡ് എത്തിയിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ തണ്ണിനെ കണ്ടുപിടിക്കുന്നുണ്ട്. തണ്ണിൻ്റെ അടുത്ത് മര്യാദയ്ക്ക് നിൽക്കാനായിട്ടും പറയുന്നുണ്ട്. എന്നാൽ തണ്ണ് വിട്ടുകൊടുക്കുന്നില്ല. അവരവിടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. തണ്ണങ്ങനെ ആ ഒരു പയ്യനെ അടിച്ചിട്ടിട്ട് അവിടെ ഓടുന്നുണ്ട്. ആ ഒരു പയ്യനും പുറകെ ചെല്ലുന്നുണ്ട്. ഇതേസമയം തണ്ണിന് വെടികൊണ്ട ഒരു സ്ഥലം അവിടെ നിന്ന് വീണ്ടും ബ്ലീഡ് ചെയ്യാൻ തുടങ്ങുന്നതുകൊണ്ട് തന്നെ അവൻ അത്ര സ്പീഡിന് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയം കറക്റ്റ് ഭീം അങ്ങോട്ടേക്ക് വന്നിട്ട് തണ്ണിനെ തലക്കടിച്ച് വീഴ്ത്തുന്നുണ്ട്. എന്നിട്ട് തണ്ണിനെ ഇവർ രണ്ടുപേരും ഒരു കാറിൽ കൊണ്ട് നേരെ മറ്റൊരു കാട്ടിൻ്റെ ഏതൊരു ഏരിയയിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ കുഴിച്ചു മൂടാൻ കണക്കിന് ഒരു കുഴി എടുക്കുന്നുണ്ട്. തണ്ണിനെ അതിൻ്റെ അകത്തേക്ക് കിടത്തുന്നുണ്ട്. എന്നിട്ട് ഭീം ആ പയ്യനോട് പറയുന്നുണ്ട്, നീ ചെന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്ക്, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന്. അങ്ങനെ ആ ഒരു പയ്യൻ ഭീമിൻ്റെ കയ്യിൽ ഒരു തോക്ക് ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പയ്യൻ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് അങ്ങോട്ടേക്ക് മാറിയിരിക്കുകയാണ്. ഭീം അങ്ങനെ ആ ഒരു തോക്ക് എടുത്തിട്ട് തണ്ണിനെ കൊല്ലാനായിട്ട് അവൻ്റെ നേർക്ക് ചൂണ്ടുന്നുണ്ട്. ആ സമയം തന്നെ തണ്ണിന് ബോധം വരുന്നുണ്ട്. തണ്ണിന് മനസ്സിലാകുന്നുണ്ട് ഭീം അവനെ കൊല്ലാനായിട്ട് പോവാണെന്ന്. അതുകൊണ്ട് തന്നെ തണ്ണ് പറയുന്നുണ്ട്, അവസാനം നീയാണെങ്കിൽ എനിക്ക് മേലെ നിൻ്റെ ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ചൂസ് ചെയ്തല്ലേ, ഞാൻ വിചാരിച്ചു നീ നന്നാവുന്നു. എന്നാൽ ഈ ലോകത്ത് മറ്റാരൊക്കെ നന്നായാലും നീ ഒരിക്കലും നന്നാവത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. നീ എന്നെ കൊന്നേക്കാനായിട്ട് പറഞ്ഞിട്ട് തണ്ണ്
തണ്ണും അങ്ങ് കണ്ണടച്ചടക്കാണ്. ഭീമ അപ്പോൾ ഐ എം സോറി എന്ന് പറഞ്ഞിട്ട് അവനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആ ഷൂട്ട് ചെയ്ത സൗണ്ട് കേട്ടിട്ട് ആ ഒരു പയ്യൻ തിരിച്ചു വന്നിട്ട് തണ്ണിന് ജീവനുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അവനങ്ങനെ മരിച്ചു എന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും തണ്ണിനെ അവർ കുഴിച്ച് മൂടിയെന്ന് തോന്നുന്നു. അതൊന്നും നമ്മളെ കാണിക്കുന്നില്ല. തിരിച്ചൊരു കാറിലേക്ക് കയറി പോകുന്നതാണ് കാണിക്കുന്നത്. ആ ഒരു പയ്യൻ ഭീമിൻ്റെ അച്ഛനെ വിളിച്ചിട്ട് തണ്ണിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കി എന്നും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം തന്നെ ഇവരെ പുതിയ പ്രോജക്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ അറിയിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഡെപ്യൂട്ടി ഓഫീസറായിട്ട് ഭീമിനെ തിരഞ്ഞെടുത്തു എന്നും ഒഫീഷ്യലി അറിയിക്കുന്നുണ്ട്. അവൻ ആഗ്രഹിച്ച ഒരു സ്ഥാനത്തേക്ക് അവൻ എത്തിപ്പെടുന്നുണ്ട്. അങ്ങനെ പിന്നെ അതിൻ്റേതായ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ മുന്നോട്ട് നടക്കുന്നുണ്ട്. അതിനുശേഷം അവനാണെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ടൈമിന് നിതായനെ കോൾ ചെയ്യുന്നുണ്ട്. ആ ടൈം നിതായ പറയുന്നുണ്ട്, നീ ആഗ്രഹിച്ചൊക്കെ നിനക്ക് കിട്ടിയില്ലേ, നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഇനി നീ എന്നെ ഫോൺ ചെയ്യേണ്ട ആവശ്യമില്ല, നീ ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറഞ്ഞിട്ട് അവരും കോൾ കിട്ടിയതങ്ങ് പോകുന്നുണ്ട്. എന്നിട്ട് അവനിങ്ങനെ വന്ന് നോക്കുമ്പോഴത്തേക്കും സോഫയിൽ ഒരു ഡൈനോസറിൻ്റെ പാവ ഇരിക്കുന്നുണ്ടായിരുന്നു. പാവ ആക്ച്വലി അവൻ തണ്ണിന് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിച്ചു വന്നായിരുന്നു. അപ്പോൾ തണ്ണും അവനും കൂടെ ആയിട്ട് ഒരുമിച്ച് ആ ഒരു പാവയും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊമെൻ്റൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാവയിൽ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. അതിൽ ഭീമിന് വേണ്ടിയിട്ട് തണ്ണാണെങ്കിൽ ഒരു പാട്ടൊക്കെ പാടി ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഭീം ആ ഒരു പാട്ട് ഇങ്ങനെ പ്ലേ ചെയ്ത് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എന്നിട്ട് ഐ എം സോറി തണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുന്ന് കരയുന്നുണ്ട്. അടുത്ത് കാണിക്കുന്ന ധനാങ്ങാണ്. ഇപ്പോൾ ജെറ്റ് അവിടെയാണുള്ളത്. ജെറ്റ് അവിടെ ഇരുന്നുകൊണ്ട് ന്യൂസ് വഴിയൊക്കെ ഭീമിന് ഈ ഒരു പൊസിഷൻ കിട്ടിയതും ഒക്കെ തന്നെ കണ്ട് ഭയങ്കര ദേഷ്യത്തിലാണുള്ളത്. അവൻ്റെ കൂടെ തന്നെ അവൻ്റെ അസിസ്റ്റൻ്റായ ഒരു പയ്യൻ പാർക്കും ഉണ്ട്. പാർക്കിൽ പോന്നിട്ട് ജെറ്റിൻ്റെ അടുത്ത് രാവിലെ ഒട്ടൊന്നും കഴിച്ചില്ലല്ലോ, ഇതെങ്കിലും ഒന്ന് കഴിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ജെറ്റാണെങ്കിൽ നിനക്ക് തിരിച്ച് അങ്ങ് നാട്ടിലേക്ക് പോകണമെന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് ആ ഒരു പയ്യൻ തിരിച്ച് ചോദിക്കുകയാണ്. ജെറ്റപ്പോൾ ഞാൻ പോയിട്ട് എന്ത് ചെയ്യാനാണ്, എനിക്കിനി അവിടെ ഒന്നും ഇല്ലല്ലോ ബാക്കി എടുക്കാനായിട്ട്, നിനക്ക് പക്ഷേ ഫാമിലി ഫ്രണ്ട്സൊക്കെ ഇല്ലേ, നീ പോകാനായിട്ട് പറയുന്നുണ്ട്. പാർക്കിപ്പോൾ തിരിച്ച് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഫാമിലി ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ നിങ്ങളിവിടെ വിട്ടിട്ട് പോകത്തില്ല എന്ന് പറയാണ്. അങ്ങനെ ജെറ്റ് ശരി നീ എന്നോട് വന്നിട്ട് ഒരുമിച്ച് ഫുഡ് കഴിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ജെറ്റ് കഴിക്കുന്ന ഫുഡിൽ നിന്ന് പാർക്കിനും കുറച്ച് കഴിക്കാനായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും തിരിച്ച് ഇവരെ ഹോസ്പിറ്റലിൽ തന്നെ കാണിക്കുമ്പോൾ ഇപ്പോൾ റിസേനെ ഇൻക്ലൂഡ് ചെയ്യാതെ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു മീറ്റിങ്ങിൻ്റെ കാര്യം അറിയുമ്പോഴത്തേക്കും അതെന്തിൻ്റെ മീറ്റിംഗ് ആയിരുന്നു എന്ന് ചോദിക്കാനായിട്ട് റിസ വരുന്നുണ്ട്. അച്ഛനപ്പോൾ ഭീമിൻ്റെ അടുത്ത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കാനായിട്ട് പറഞ്ഞിട്ട് അച്ഛനും അങ്ങ് പോവുകയാണ്. മീറ്റിങ്ങിലെ മറ്റാൾക്കാരും അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ ഭീമാണെങ്കിൽ റിസയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഭീം പറയുന്നുണ്ട് നമ്മുടെ പുതിയ പ്രോജക്റ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു. റിസ ഇപ്പോൾ ഞാനും ഈ പ്രോജക്റ്റിലുള്ളതല്ലേ, എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഭീം പറയുന്നുണ്ട്, അച്ഛൻ നിനക്ക് ഈ പ്രോജക്റ്റിൽ തന്ന ജോലി എന്തായിരുന്നു, ജെയ്സൺ ഇൻവെസ്റ്ററായിട്ട് വന്നപ്പോൾ ജെയ്സൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുക എന്നുള്ളത്. ഇപ്പോൾ ജെയ്സൺ മരിച്ചു പോയില്ലേ, അപ്പോൾ പിന്നെ നിനക്ക് ഈ ഒരു പ്രോജക്റ്റിൽ യാതൊരു ഇതുമില്ല, അതുകൊണ്ട് നീ ഇതിൻ്റെ അകത്ത് വരേണ്ട ആവശ്യമില്ലാന്ന്. റിസ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എന്താ എന്നെ ഒഴിവാക്കാനാണോ നോക്കുന്നതെന്ന്. ഭീമ ടൈമിൽ നീയായിട്ട് വരുത്തി വെച്ച ഇതാണ്, നീയാണ് തണ്ണാണെങ്കിൽ ഓരോ പ്രശ്നം ഉണ്ടാക്കും, തണ്ണിന് കാര്യങ്ങളെല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് ഓരോന്ന് പറഞ്ഞ് തണ്ണിനെ കൊല്ലാനായിട്ടുള്ള ജോലി അച്ഛൻ എന്നെ ഏൽപ്പിക്കേണ്ട സിറ്റുവേഷൻ വന്നത്, നീ കാരണമാണ് ഇപ്പോൾ തണ്ണ് മരിച്ചത്, അതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചിരിക്കും എന്ന് പറയുന്നുണ്ട്. റിസ ഇപ്പോൾ നീ എന്താ എൻ്റെ അടുത്ത് റിവഞ്ച് എടുക്കാൻ പോകണമെന്ന് ചോദിക്കുമ്പോൾ റിവഞ്ചോ, എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എൻ്റെ ഹെൽപ്പില്ലായിരുന്നെങ്കിൽ ജെറ്റിനെ ഒഴിവാക്കാൻ പോലും നിനക്ക് പറ്റത്തില്ലായിരുന്നു, നിനക്കിവിടെ യാതൊരു സ്ഥാനമില്ല, ഇപ്പോൾ ജെറ്റ് പോലും ഇവിടെ ഇല്ല, നിന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല. പിന്നെ വേണമെങ്കിൽ ധനാങ്കിൽ അവിടെ ബ്രാഞ്ച് ഓഫീസിലോ കാര്യങ്ങളൊന്നും നേരെ നടക്കുന്നില്ല, വേണമെങ്കിൽ അതൊക്കെ നോക്കാനായിട്ട് നിന്നെ ഞാൻ അവിടെ അയക്കാമെന്ന് പറഞ്ഞിട്ട് ഇവൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഇവൻ പോയി കഴിയുമ്പോഴത്തേക്കും റിസ ആണെങ്കിൽ പാനിനോട് പറയുന്നുണ്ട്, ഇവ ശരിക്കും തണ്ണിനെ കൊല്ലുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്ന്. ആ സമയം പാനാണെങ്കിൽ ഭീമിനിപ്പോൾ നല്ല പവറുണ്ട്, അവൻ വിചാരിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങളുടെ അച്ഛനാരും മറികടന്നിട്ട് അച്ഛൻ്റെ സ്ഥാനത്ത് അവന് കയറിയിരിക്കാൻ പറ്റും, നമ്മളിനി എന്ത് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലെ കണ്ട കാര്യമാണ്. ജെറ്റിൻ്റെ അമ്മയാണെങ്കിൽ ഇവരുടെ തന്നെ ഹോസ്പിറ്റലിൽ കോമയിലായിട്ട് അഡ്മിറ്റായി കിടക്കുന്ന കാര്യം. ഇപ്പം നൈറ്റ് ടൈം ആകുമ്പോഴത്തേക്കും ഇവർക്ക് പെട്ടെന്ന് ബ്ലഡ് പ്രഷർ കുറഞ്ഞിട്ട് കാർഡിയാക് അറസ്റ്റ് വരുന്നുണ്ട്, ആൾ മരിച്ചു പോകുന്നുണ്ട്. അപ്പം നൈറ്റ് നടക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ നമ്മുടെ ഭീമിൻ്റെ അച്ഛനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. അയാളും ഭീമും ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. ഭീമ് വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അച്ഛാ പെട്ടെന്ന് എന്താണ് പറ്റിയത്, നേരത്തെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ. ജെറ്റിനെ കാണിക്കുകയാണെങ്കിൽ അവൻ്റെ അസിസ്റ്റൻറ്റ് പാർക്കാണ് ആരോ വഴി ഈ ഒരു കാര്യം അറിയുന്നത്. ഇവരിപ്പോൾ ധനാങ്ങിലായതുകൊണ്ട് തന്നെ അങ്ങനെ ഇൻഫർമേഷൻ ഒന്നും അറിയാറില്ല. അപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് ജെറ്റിനെ അറിയിക്കുന്നുണ്ട്. ഉടനെ തന്നെ ജെറ്റിനാണെങ്കിൽ ഭയങ്കര ദേഷ്യമോ സങ്കടമൊക്കെ വന്നിട്ട് അച്ഛനെയാണെന്ന് തോന്നുന്നു കോൾ ചെയ്യുന്നുണ്ട്, എന്നാൽ കോളൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഇവരുടെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നതാണ്. അപ്പോൾ അച്ഛനും ഭീമും റിസയും കൂടെയൊക്കെ അവിടെ എത്തുന്നുണ്ട്. അവർ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ടൈമിന് ജെറ്റും ഇത് അറിഞ്ഞപ്പോൾ തന്നെ ധനാങ്ങിയിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ട് ഇങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജെറ്റും അങ്ങോട്ടേക്ക് കയറി വരാണ്. ജെറ്റ് വന്നുകൊണ്ട് തന്നെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതായത് എൻ്റെ അമ്മ മരിച്ച കാര്യം എന്തുകൊണ്ടാണ് എന്നെ നേരിട്ട് വിളിച്ച് പറയാത്തത്, എന്തുകൊണ്ടാണ് എന്നെ അറിയിക്കാതിരുന്നതെന്നൊക്കെ. ആ സമയം അച്ഛൻ വന്ന് പറയുന്നുണ്ട്, അത് പിന്നെ പെട്ടെന്ന് അങ്ങനെയൊക്കെ സംഭവിച്ച ടൈമിന് നിന്നെ വിളിക്കാനായിട്ട് പറ്റിയില്ലെന്ന്. ജെറ്റപ്പോൾ എൻ്റെ അമ്മയല്ലേ, എൻ്റെ അമ്മയുടെ കാര്യങ്ങളെല്ലാം ഞാൻ അറിയണ്ടേ, അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് പെട്ടെന്ന് എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഭീമാണെങ്കിൽ ജെറ്റിനെ സമാധാനിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ ജെറ്റുണ്ടെ ഭീമിനോട് ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങുന്നുണ്ട്. നീ ഒരാൾ കാരണമാണ് എൻ്റെ അമ്മ മരിച്ചത്,
ആഗ്രഹിച്ചതെല്ലാം നിനക്ക് കിട്ടിയില്ലേ, അതിൻ്റെ കൂടെ എൻ്റെ അമ്മേനെ നീ കൊന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഒത്തിരി ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അസിസ്റ്റൻറ്റുമാരെടുത്ത് ജെറ്റിനെ ഒന്ന് പുറത്തേക്ക് ഇറക്കാനായിട്ട് അച്ഛൻ പറയുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അച്ഛനാണെങ്കിൽ ജെറ്റിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ജെറ്റ് പറയുന്നുണ്ട് ഈ ഒരു ഹോസ്പിറ്റലിൽ എനിക്കും എൻ്റെ അമ്മയ്ക്കും അവകാശപ്പെട്ടതാണെന്ന്. ഒന്നായി തന്നെ അച്ഛൻ അവനിട്ടൊരു അടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ സമയം അച്ഛനെന്താ ഭീമിനെ സപ്പോർട്ട് ചെയ്ത് എന്നെ ഒഴിവാക്കാനാണ് നോക്കുന്നത്, എങ്കിൽ പിന്നെ എന്നെ അടിക്കാനായിട്ട് പറയുന്നുണ്ട്. അച്ഛനപ്പോൾ ആടാ ഞാനാണെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യാനാണ് നോക്കുന്നത്, കാരണം അവൻ എന്നെ ഒരിക്കൽ പോലും നാണം കെടുത്തിട്ടില്ല, നീയാണെങ്കിൽ എന്നെ നാണം കെടുത്തിയിട്ടേ ഉള്ളൂ, ഇനിയും നാണം കെടുത്താതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ജെറ്റ് അവിടെ നിന്ന് പോകുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ് ഭീമ് അവൻ്റെ അമ്മയുടെ കല്ലറയിൽ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ജെറ്റിൻ്റെ അമ്മേനെ ഞാൻ മീറ്റ് ചെയ്തു, അവരും ഇപ്പം മരിച്ചു അമ്മ, ഇപ്പം ജെറ്റും എന്നെ പോലെ ഒന്നും ഇല്ലാത്തവനായി മാറി, അമ്മേനെ കൊന്ന ആളും ഇപ്പം മരിച്ചു പോയിരിക്കുകയാണ്, ഞാൻ അവസാനം എൻ്റെ റിവഞ്ച് എല്ലാം എടുത്തു കഴിഞ്ഞു, അത് മാത്രമല്ല എനിക്കിപ്പോൾ ആഗ്രഹിച്ച പൊസിഷനിലും എത്തി നിൽക്കാനായിട്ട് പറ്റുന്നുണ്ട്, ഇനി മൊത്തത്തിൽ ആ ഹോസ്പിറ്റലിൽ എൻ്റെ കൈ വരും. പക്ഷേ എന്തുകൊണ്ടോ എനിക്കാണെങ്കിൽ അങ്ങോട്ട് സന്തോഷിക്കാൻ പറ്റില്ല, എന്തോ ഞാനങ്ങ് ഒറ്റപ്പെട്ട ഫീൽ, ആരും എന്താ എൻ്റെ കൂടെ നിൽക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കരയുന്നുണ്ട്. ജെറ്റിനെ കാണിക്കുകയാണെങ്കിൽ അവൻ വീട്ടിൽ ഇരുന്ന് അവൻ്റെ അമ്മയുടെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചുകൊണ്ട് അവനും കരയുന്നുണ്ട്. അവൻ പറയുന്നുണ്ട് അമ്മ ഭീമാണെങ്കിൽ എല്ലാം കൊണ്ടുപോയി, എനിക്ക് അമ്മേനെ നഷ്ടപ്പെട്ടു, അത് മാത്രമല്ല ആ ഹോസ്പിറ്റലും കയ്യിൽ നിന്ന് പോയി. ആ സമയം പാർക്ക് വന്നിട്ട് ജെറ്റിൻ്റെ അമ്മയുടെ ഓട്ടോപ്സി റിപ്പോർട്ടിൻ്റെ ഫയൽ കൊടുക്കുന്നുണ്ട്. അത് അതിൻ്റെ ഫയലാണെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ തനിക്ക് അതൊന്നും വായിക്കേണ്ടെന്ന് പറഞ്ഞാൽ വലിച്ചെറിയുന്നുണ്ട്. പാർക്ക് ഇത് നിങ്ങളുടെ അമ്മയുടെ ഓട്ടോപ്സി റിപ്പോർട്ടിൻ്റെ ആണെന്ന് പറയുമ്പോഴാണ് അവനത് എടുത്തു വെച്ച് വായിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ബോഡിയിൽ ഇൻസുലിൻ്റെ അളവ് കൂടിയതുകൊണ്ടാണ് മരണ കാരണമെന്ന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ് അമ്മേനെ വിസിറ്റ് ചെയ്യാൻ വന്നതെന്നും ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ നോക്കുമ്പോൾ ഭീമിൻ്റെ പേരുണ്ടായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അവൻ പറയുന്നുണ്ട് എൻ്റെ അമ്മ സാധാരണ പോലെ മരിച്ചതല്ല, എൻ്റെ അമ്മേനെ കൊന്നതാണ്, ഭീമാണ് കൊന്നത്, ഉറപ്പായിട്ടും ഭീമം മരിക്കണമെന്ന് ഇങ്ങനെ ദേഷ്യത്തിൽ പറയുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.